ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ മോഡുലാർ ടൈപ്പ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ മോഡുലാർ ടൈപ്പ് സ്വിച്ച് കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെയാണ് ഊരിയെടുക്കുന്നത്, അതിൻ്റെ ക്യാപ്പുകൾ എങ്ങനെ ഊരിയെടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഹാവൽസിൻ്റെ മോഡൽ ഏകദേശം എല്ലാ മോഡലൊക്കെ ഏകദേശമൊക്കെ സെയിം ആയിരിക്കും. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഓരോ മോഡൽസ് നോക്കിക്കഴിഞ്ഞാൽ താഴെയായിട്ട് ഒരു ഗ്രൂ ഉണ്ടാവും. അതിലേക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റർ ഉപയോഗിക്കുക. ഒരുപാട് വലിച്ച് ലോക്ക് ഒടിഞ്ഞു പോകരുത്. അതിലിട്ടതിന് ശേഷം സ്റ്റിക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാപ്പ് പുറത്തേക്ക് വരും. കേട്ടോ, അതിൻ്റെ ലോക്കുകളാണ് ഈ കാണുന്നത്. ആ ലോക്കുകൾ കണ്ടു. എക്സ്ട്രാ ഒരു പ്ലേറ്റിലാണ് നമ്മൾ ഈ പറയുന്ന സ്വിച്ചുകളും അതുപോലെ തന്നെ പ്ലഗ് സോക്കറ്റുകളെല്ലാം റെഗുലേറ്റർ എല്ലാം ഉറപ്പിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടി ഇതിപ്പോൾ ഒരു ഡമ്മിയാണ്, അതായത് സ്വിച്ചിനും പകരമായിട്ട് ഇട്ടിരിക്കുന്ന ഡമ്മിയാണ്. ഇതുപോലെ തന്നെയാണ് സ്വിച്ച് എടുക്കുന്നത്. അപ്പോൾ എടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ കണ്ട അതിൻ്റെ സെൻറ്റർ ഉണ്ടാവും. സെൻറ്ററിൽ മാത്രമേ നമ്മൾ ഇതുപോലെ തന്നെ ടെസ്റ്റ് ഇടണം. ലോക്കുകൾ ഒടിഞ്ഞു പോകരുത്. ലോക്കുകൾ ഒടിഞ്ഞു പോയാൽ പിന്നെ രണ്ടാമത് വീണ്ടും അത് ഇടാൻ പറ്റില്ല, ലോക്കുകൾ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ സെൻറ്ററിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഈ പറഞ്ഞ ടെസ്റ്ററിന് ഉപയോഗിച്ചിട്ട് സെൻറ്ററിൽ ആ ലോക്ക് ഫ്രീ ആയിട്ട് കണ്ടാൽ ജസ്റ്റ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഊരിപ്പോരും. അതാണ് അതിൻ്റെ കറക്റ്റ് രീതി. അല്ലാതെ നമ്മൾ പിടിച്ചു വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോക്കുകൾ ഒടിഞ്ഞു പോയാൽ തിരിച്ച് അതുപോലെ തന്നെ ഇടാൻ പറ്റില്ല. ആ ലോക്ക് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ വീണ്ടും ഒരു സ്വിച്ച് വാങ്ങിക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടുന്ന സമയത്താണെങ്കിലും കറക്റ്റ് ലോക്ക് നോക്കി ഒരു ഗ്രൂ ഉണ്ടാവും, അതിലേക്ക് നോക്കി കറക്റ്റ് ചെയ്തിടണം. ആവറേജ് ഒരു 99% സ്വിച്ചുകളും ഈ ലെവലിൽ തന്നെയായിരിക്കും. സ്വിച്ചും റെഗുലേറ്ററും എല്ലാം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ ആദ്യമേ തന്നെ അതിൻ്റെ ക്യാപ്പ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം ഊരിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ തിരിച്ചിടുന്ന സമയത്താണെങ്കിലും ഇതെല്ലാം തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലോക്ക് ആയതുകൊണ്ട് ഓവറായിട്ട് പ്രസ് ചെയ്ത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു നോർമൽ ലെവലിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഉണ്ടോ, 4 സൈഡുകളിലും നമ്മൾ ആ നേരത്തെ ബാക്കിൽ കണ്ട ആ ലോക്കുകളാണ് അതിൻ്റെ ബാക്കിൽ വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് ജസ്റ്റ് ഒരു പഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കും. അപ്പോൾ മിക്ക ലോക്കുകളും തന്നെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെയാണ് നമ്മൾ നോക്കിയാറുണ്ടോ. ഇപ്പോൾ നമ്മൾ 3 മോഡുകളുടെയാണ്, അതിലുപോലെ തന്നെ നേരെ കണ്ടോ. അപ്പോൾ അതൊക്കെ അതിലേക്ക് പൊക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ ലോക്ക് അവിടെ നിന്ന് റിലീസായി. ആ ലോക്ക് റിലീസായി കഴിഞ്ഞാൽ സിമ്പിളായി. ഇനി അതിന് ശേഷം ഒരു സോക്കറ്റ് എടുക്കുന്ന സെൻറ്ററിൽ നമ്മൾ നോക്കുക. സെൻറ്ററിൽ നോക്കിയതിന് ശേഷം മുകളിലും താഴെ ആണോ ഇതേപോലെ നമ്മൾ സിമ്പിളായിട്ട് ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ആവറേജ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം തന്നെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. അതിനുശേഷം അതേപോലെ തന്നെ പഞ്ച് ചെയ്ത് ഉറപ്പിക്കുകയാണെങ്കിൽ നേരെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ എടുക്കണമെന്നായിരിക്കും 1 വേ സ്വിച്ചാണ്, 16 ആംസിൻ്റെ 1 വേ സ്വിച്ചാണ്. അതും ഇതുപോലെ തന്നെ സെൻറ്ററിൽ നോക്കുക. അത് കറക്റ്റ് നമ്മൾ ഗ്രൂ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ സ്വിച്ചുകളിലും ചിലപ്പോൾ സെൻറ്റർ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ സൈഡിലായിരിക്കും കൊടുത്തേക്കുന്നത്. അതായത് ലോക്ക് കഴിഞ്ഞ് ഒരു സെപ്പറേറ്റ് ഒരു വേക്കൻ്റായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കിടത്തുന്നുണ്ട്. അതിലാണ് നമ്മൾ ടെസ്റ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് സിമ്പിളായിട്ട് പുറത്തേക്ക് പോരും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സ്വിച്ച് ബോർഡുകൾ എല്ലാം തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ലോക്ക് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂവിലേക്ക് ടെസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് 2 ഈ പറയുന്ന നമ്മുടെ വിരലുകൾ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ സൈഡ് ലോക്ക് ഇടുക, അങ്ങനെ എടുക്കുക. തൊട്ടുപുറത്ത് ലോക്ക് ഇട്ടെങ്കിൽ അതുപോലെ എടുക്കുക. അപ്പോൾ എല്ലാ ലോക്കുകളും നമ്മൾ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്തേക്കാം. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.